ശ്രീമഹാവിഷ്ണു ലോകം രക്ഷിക്കാനായി പലതവണ ഭൂമിയിൽ അവതരിച്ചുവെന്ന് പുരാണങ്ങൾ പറയുന്നു. അവയുടെ 9ാമത്തെ അവതാരമാണ് കൃഷ്ണാവതാരം. എന്നാൽ അതിനു മുൻപ് വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ മനുഷ്യർക്കു തികച്ചും സുപ്രധാനമാണ്. കാലത്തിന്റെ തുടക്കത്തിൽ ഭൂമി ദുർഗുണങ്ങൾ കൊണ്ട് ദുരിതപ്പെട്ടു. അപ്പോൾ വിഷ്ണു അവതാരങ്ങൾ ഏറ്റെടുത്തു. 1 മത്സ്യാവതാരം, മഹാപ്രളയത്തിൽ വൈദിക ഗ്രന്ഥങ്ങളെ രക്ഷിക്കാൻ ഒരു വലിയ മത്സ്യമായി അവതരിച്ചു. 2 കൂർമാവതാരം, കടലുകടച്ചപ്പോൾ മല തിരിയാതിരിക്കാനായി കച്ചോണ്ടിയായി അവതരിച്ചു. 3 വരാഹാവതാരം, ഭൂമിയെ ഒരു ദാനവൻ തട്ടിക്കൊണ്ടുപോകുന്നത് തടയാൻ ആയി അവതരിച്ചു. 4 നരസിംഹാവതാരം, ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ അർദ്ധനരിയും അർദ്ധസിംഹവുമായ രൂപത്തിൽ അവതരിച്ചു. 5 വാമനാവതാരം, മഹാബലിയുടെ അഹങ്കാരം തകർക്കാൻ ബ്രാഹ്മണായി അവതരിച്ചു. 6 പരശുരാമൻ, അധർമ്മപരായ ക്ഷത്രിയന്മാരെ ശിക്ഷിക്കാൻ ആഗ്രഹമുള്ള യോദ്ധാവായി അവതരിച്ചു. 7 ശ്രീരാമൻ, രാവണനെ തോൽപ്പിക്കാൻ ധർമ്മത്തെ നിലനിർത്താൻ അദ്ഭുതമായ രാമായണ കഥയുടെ നായകനായി. 8 ബലരാമൻ, കൃഷി പഠിപ്പിച്ച് ഗ്രാമീണ ജീവിതം ശക്തിപ്പെടുത്താൻ. 9 കൃഷ്ണൻ, അധർമ്മത്തെ നശിപ്പിക്കാൻ മഹാഭാരത യുദ്ധത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ. കൽക്കിയാവതാരം, ഇനി വരാനിരിക്കുന്നത് കലിയുഗം അവസാനിക്കുമ്പോൾ ഒരു യോദ്ധാവായി ദുർജന്മാർക്ക് വിരുദ്ധമായി വരും. ഈ ദശാവതാരങ്ങൾ ഓരോന്നും ഓരോ സന്ദേശം നൽകുന്നു. ഭൂമിയിലെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വിഷ്ണു ഓരോ രൂപത്തിൽ അവതരിക്കുന്നു. അതിലൊന്നാണ് കൃഷ്ണൻ, പ്രേമവും ധാർമ്മികതയും നിറഞ്ഞ ദൈവം.